താമരശ്ശേരിയിലെ ഫ്രഷ് കട്ടിന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ വഴിവിട്ട സഹായം. ഗന്ധമളക്കുന്ന ഓൾഫാക്ടോമീറ്റർ ഇന്ത്യയിൽ ലഭ്യമല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ കോടതിയെ അറിയിച്ചു. ഇതേ മെഷീൻ കോഴിക്കോട് നിന്നും മീഡിയ വൺ സംഘം കണ്ടെത്തി. ഓൾഫാക്ടോമീറ്റർ സ്ഥാപിക്കാനായി മലിനീകരണ നിയന്ത്രണ ബോർഡ് ടെൻഡർ വിളിച്ചതിന്റെ രേഖകളും മീഡിയ വണിന് ലഭിച്ചു. മീഡിയ വൺ ഇൻവെസ്റ്റിഗേഷൻ. ഗന്ധത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള ഓൾഫാക്ടോമീറ്റർ ഇന്ത്യയിൽ എവിടെയും ലഭ്യമല്ലെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചതെന്ന് കോടതി ഉത്തരവിലുണ്ട്. ഓൾഫാക്ടോമീറ്ററിന്റെ ലഭ്യതയുടെ സാധ്യത പരിശോധിക്കണമെന്നും അല്ലെങ്കിൽ പകരം ദുർഗന്ധത്തിന്റെ തീവ്രത അളക്കാൻ എന്ത് സംവിധാനം ഒരുക്കുമെന്നും കോടതിയെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിലുണ്ട്. ഇന്ത്യയിലെവിടെയും ലഭ്യമല്ലെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് ഹൈക്കോടതിയിൽ പറഞ്ഞ ഉപകരണം കോഴിക്കോട് നഗരത്തിലെ ജാഫർ ഖാൻ കോളനിയിൽ നിന്ന് ലഭിക്കുമെന്ന വിവരമാണ്. ഇത് കണ്ടോ നിങ്ങൾ? ഇതാ നമ്മുടെ നാടിൻ്റെ അവസ്ഥ. ഏറെ വർഷത്തോളായിട്ട് ഒരു ജനത മുഴുവൻ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രി കടന്നുറങ്ങാൻ വേണ്ടിയിട്ടും ശുദ്ധവായും ശുദ്ധജലവും ശ്വസിച്ച് ജീവിക്കാൻ വേണ്ടി ജന്മാവകാശത്തിന് വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്യുന്ന ഈ സമരം ചെയ്യുന്ന പാവപ്പെട്ട ജനങ്ങൾ. അത് തികച്ചും ജനാധിപത്യ രീതിയിൽ. എന്നിട്ട് ഈ ഉദ്യോഗസ്ഥന്മാർ തലത്തിൽ നിന്നുള്ള കാര്യങ്ങളാണിത്. നമ്മൾ പറഞ്ഞു കേട്ടോ, ഇന്ത്യയിൽ ലഭ്യമല്ല എന്ന സംഭവം ഇവരെ മൂക്കിൻ്റെ തുമ്പത്ത് കോഴിക്കോട് നിന്ന് ഈ മീഡിയ വൺ അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഏഴര വർഷത്തോളം ഈ ജനങ്ങളെ വഞ്ചിത്തയിൽ മുഖ്യ പങ്ക് ഇവിടുത്തെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥ ലോബികൾക്കുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇവർ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോടതി നിയമം ഈ വിധി പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് അവിടെ കിട്ടുന്ന ഏത് രീതിയിലുള്ള തെളിവുകളാണോ അവിടെ കിട്ടുന്നത് അതനുസരിച്ചുള്ള വിധികളാണ് കോടതി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥ തലങ്ങളിൽ നിന്ന് പോകുന്ന വിധികൾ, ഈ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ഈ തരത്തിലുള്ളതാണ്. ഈ പാവപ്പെട്ട 4000 കുടുംബങ്ങളെ തികച്ചും അവഗണിക്കുന്ന രീതിയിൽ അവരുമായിട്ടുള്ള ഈ ബാന്ധവം, അവരായിട്ടുള്ള അവിധ കൂട്ടുകെട്ടിൻ്റെ ഫലമായിട്ട് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിൻ്റെ കണക്ക് എത്താൻ അവർക്ക് പോലും അറിയുന്നുണ്ടാവില്ല. ആ രീതിയിലാണ് ഈ പാവപ്പെട്ട ജനങ്ങൾ അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ മീഡിയ വൺ എന്ന് പറയുന്ന ചാനൽ ഇതിനു വേണ്ടി ചെയ്തു തന്ന സഹായങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് ഒരുപാട് ഈ സമരമായിട്ട് അവർ സഹായിച്ചിട്ടുണ്ട്. പിന്നെ മറ്റ് മീഡിയാസിനൊക്കെ അവർ വിലക്ക് വാങ്ങിയിട്ടാണോ എന്താണെന്നറിയില്ല. ഒരു റിപ്പോർട്ട് അവർക്ക് വരും, പിന്നെ അടുത്ത റിപ്പോർട്ട് നേരെ തിരിച്ച് അവർക്ക് സപ്പോർട്ടായ രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുന്ന കാഴ്ചകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര ഏറെ വർഷത്തിലധികം 7 വർഷമാകാൻ പോവുകയാണ്, ഏറെ വർഷത്തോളം പോവുകയാണ് ഈ സമരം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റേ വന്ന്